ഉത്ഥിത അനുഭവത്തിലൂടെ കടന്നുപോകുന്ന എവർക്കും യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 11 മുതൽ 18 വരെയുള്ള വാക്യങ്ങളാണ്. ഉത്ഥിതനായ കർത്താവിനെ കണ്ടുമുട്ടുന്ന മഗ്ദലന മറിയം. 3 സത്യങ്ങളാണ് ഇവിടെ പരമപ്രധാനമായി നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. 1, കല്ലറയ്ക്ക് പുറത്ത് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന മറിയം. 2, മറിയത്തിനുണ്ടായിരുന്ന ഏറ്റവും വലിയ അഭാവം. 3, ശിഷ്യന്മാരെ അറിയിക്കുവാൻ നിയോഗിക്കപ്പെടുന്ന മറിയം. 1, കല്ലറയ്ക്ക് പുറത്ത് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന മറിയം. എന്നാൽ മേരി കല്ലറയ്ക്കരികെ കരഞ്ഞുകൊണ്ട് തന്നെ നിന്നു. കരഞ്ഞപ്പോൾ അവൾ കുനിഞ്ഞ് കല്ലറയിലേക്ക് നോക്കി. വെള്ളവസ്ത്രം ധരിച്ച 2 ദൂതന്മാർ യേശുവിൻ്റെ ശരീരം വെച്ചിരുന്നിടത്ത് ഒരാൾ തലയിലും മറ്റേയാൾ കാൽക്കലും ഇരിക്കുന്നത് അവൾ കണ്ടു. അപ്പോൾ അവർ അവളോട്, സ്ത്രീയെ, നീ എന്തിനാണ് കരയുന്നത് എന്ന് ചോദിച്ചു. അവൾ അവരോട്, അവർ എൻ്റെ കർത്താവിനെ എടുത്തുകൊണ്ടുപോയി, അവനെ എവിടെ വച്ചിരിക്കുന്നുവെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു. പത്രോസും യോഹന്നാനും ശൂന്യമായ കല്ലറയുടെ തെളിവുകൾ പരിശോധിച്ചു. യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റുവെന്ന് യോഹന്നാന് ബോധ്യപ്പെട്ടു. പക്ഷേ അതിൻ്റെ അർത്ഥം അവന് ഇതുവരെ മനസ്സിലായില്ല. യേശു ഉയർത്തെഴുന്നേറ്റു എന്ന ആത്മവിശ്വാസം മറിയത്തിന് അപ്പോഴും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവൾ കരഞ്ഞു. പത്രോസും യോഹന്നാനും കണ്ടത് കാണാൻ മറിയം ആഗ്രഹിച്ചു. അതിനാൽ അവൾ സ്വയം പരിശോധന നടത്തി. എന്നിട്ടും അവരുടെ പരിശോധനയ്ക്കും മറിയത്തിനും ഇടയിലുള്ള നിമിഷത്തിൽ കല്ലറയിൽ എന്തോ വ്യത്യസ്തമായിരുന്നു. കല്ലറയിൽ കണ്ട 2 ശുഭ്രവസ്ത്രധാരികളായ മാലാഖമാരെ മേരിക്ക് തിരിച്ചറിയുവാൻ സാധിച്ചില്ല. അവളുടെ ഭയം അതിനോട് പ്രതികരിക്കുവാൻ സാധിക്കാത്ത വിധമായിരുന്നു. മേരിക്ക് മാലാഖമാരുടെ സാന്നിധ്യം ഒരു നിസ്സാര കാര്യമായിരുന്നു. അവൾക്ക് ഒരേ ഒരു ചിന്ത മാത്രമായിരുന്നു, അവളുടെ കർത്താവിൻ്റെ അഭാവം. ഇതാണ് 2ാം ചിന്ത. മേരി പറഞ്ഞു, അവർ എൻ്റെ കർത്താവിനെ എടുത്തുകൊണ്ടുപോയി, അവനെ എവിടെ വച്ചിരിക്കുന്നുവെന്ന് എനിക്കറിയില്ല. യേശു ജീവിച്ചിരിപ്പുണ്ടെന്ന് മേരി ചിന്തിക്കുകയോ സ്വപ്നം കാണുകയോ ചെയ്തിരുന്നില്ല. അവൻ ഇപ്പോഴും മരിച്ചിട്ടില്ലെന്ന് അവൾ വിശ്വസിച്ചു. അവൻ എവിടെയാണെന്ന് അറിയാൻ മാത്രമേ അവൾ ആഗ്രഹിച്ചുള്ളൂ. അതിനാൽ അവൻ്റെ മൃതദേഹം സംസ്കരിക്കുന്നതിനുള്ള അവസാന ജോലികൾ ചെയ്യാൻ അവൾക്ക് കഴിഞ്ഞു. മാലാഖമാർ കാരണം അവൾ അടക്കം ചെയ്ത തുണികൾ ശ്രദ്ധിച്ചില്ല എന്നതിൻ്റെ കൂടുതൽ തെളിവാണിത്. അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ യേശു അവിടെ നിൽക്കുന്നത് അവൾ കണ്ടു. യേശു എവിടെയാണെന്ന് മറിയം ആശ്ചര്യപ്പെടുകയും ആശങ്കപ്പെടുകയും ചെയ്തു. പക്ഷേ അവൻ അകലെയല്ല. അവൾക്കരികെ നിന്നത് യേശുവാണെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു. യേശു ആരാണെന്ന് മറിയത്തിന് തീർച്ചയായും അറിയാമായിരുന്നു. മാത്രമല്ല, അവൾ അവനെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞില്ല എന്നത് വിചിത്രമായിരുന്നു. അവൾ വൈകാരികമായി വിഷമിക്കുകയും അവളുടെ കണ്ണുകളിൽ കണ്ണുനീർ ഒഴുകുകയും ചെയ്തതുകൊണ്ടാണെന്ന് ചിലർ കരുതുന്നു. മറ്റു ചിലർ അനുമാനിക്കുന്നത് യേശു അല്പം വ്യത്യസ്തനായി കാണപ്പെട്ടു. തൻ്റെ കഷ്ടപ്പാടുകളുടെ ചില അടയാളങ്ങളെങ്കിലും നിലനിർത്തിയതുകൊണ്ടാണ്. ക്രിസ്തുവിനെ തിരിച്ചറിയുവാൻ സാധിക്കാത്ത രീതിയിൽ നാം അമിതമായി ആകുലപ്പെടുകയും കരയുകയും അസ്വസ്ഥതപ്പെടുകയും ചെയ്യുമ്പോൾ ഒരുപക്ഷെ പലപ്പോഴും നാം ക്രിസ്തുവിനെ കാണാതെ പോകുന്നു എന്നതാണ് ഈ മേരി സത്യത്തിൻ്റെ പൊരുൾ. അവൻ അവിടെ ഉണ്ടാകുമെന്ന് അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല. ക്രിസ്തുവിനെ എല്ലായിടത്തും എല്ലായ്പ്പോഴും നാം പ്രതീക്ഷിക്കണം എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ വചനം. മോറിസ് എന്ന ചിന്തകൻ പറയുന്നത്, ഉയർത്തെഴുന്നേറ്റ യേശുവിൽ വ്യത്യസ്തമായ എന്തെങ്കിലും ഉള്ളതായി തോന്നുന്നു. അതിനാൽ അവൻ എപ്പോഴും തിരിച്ചറിയപ്പെട്ടില്ല എന്ന്. മറിയത്തിന് യേശുവിനെ മനസ്സിലാക്കുവാൻ സാധിക്കാതെ പോയത്, അഥവാ അവൾക്ക് ക്രിസ്തു തന്നെ സമ്പൂർണമായി വെളിപ്പെടുത്താത്തത് അവളുടെ അവിശ്വാസത്തെയും യേശുവിൻ്റെ പുനരുത്ഥാനത്തെക്കുറിച്ചുള്ള വാഗ്ദാനത്തോടുള്ള വിസ്മൃതിയെയും മറികടക്കുവാൻ വേണ്ടിയായിരുന്നിരിക്കണം. മറിയത്തിൻ്റെ നിലവിളി ഇപ്രകാരമായിരുന്നു, നിങ്ങൾ അവനെ എവിടെയാണ് കിടത്തിയതെന്ന് എന്നോട് പറയുക, ഞാൻ അവനെ കൊണ്ടുപോകും. അവളുടെ ഈ വാക്കുകൾ ക്രിസ്തുവിനോടുള്ള അവളുടെ ഭക്തിയും ബന്ധവും
വെളിവാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കർത്താവിനെ അവളിൽ നിന്നും മറഞ്ഞിരിക്കുവാൻ ആയില്ല. യേശു അവളെ വിളിച്ചു, മറിയം. അവൾ തൻ്റെ പ്രിയപ്പെട്ട മിശിഹായുടെ ശബ്ദത്തിലും സ്വരത്തിലും അത് കേട്ടു. തൽക്ഷണം അവനെ റബ്ബോനി എന്ന് വിളിച്ചുകൊണ്ട് അഭിസംബോധന ചെയ്തു. മറിയം എന്ന് ക്രിസ്തു വിളിച്ചതിൻ്റെ സത്യം താൻ ആരാണെന്ന് മറിയത്തോട് പറഞ്ഞുകൊണ്ടല്ല യേശു തന്നെ തന്നെ വെളിപ്പെടുത്തിയത്, മറിച്ച് അവൾ ആരാണെന്ന് അവളോട് പറഞ്ഞുകൊണ്ടാണ്. ഇവിടെയാണ് അവൾ ക്രിസ്തുവിനെ തിരിച്ചറിയുന്നത്. ക്രിസ്തുവിനെ തിരിച്ചറിയുവാൻ നമ്മെ തന്നെ വ്യക്തമായും ബോധ്യപ്പെടുന്ന തലത്തിൽ ക്രിസ്തു നമ്മിൽ പ്രവർത്തിക്കുക തന്നെ ചെയ്യും. മറിയത്തിൻ്റെ ഈ ബോധ്യത്തിൽ നിന്നുമാണ് മൂന്നാം തലമായ ആദ്യത്തെ സുവിശേഷ ദൗത്യം മറിയത്തിന് കർത്താവ് നൽകുന്നത്. എൻ്റെ ശിഷ്യന്മാരെ നീ പോയി ഇത് അറിയിക്കുക. അതിനായി കർത്താവ് അവളെ നിയോഗിക്കുകയാണ്. ഇവിടെ മറിയത്തിലൂടെ കർത്താവ് വലിയ ഒരു സത്യം വെളിപ്പെടുത്തുകയാണ്. ഞാൻ എൻ്റെ പിതാവിലേക്കും നിങ്ങളുടെ പിതാവിലേക്കും എൻ്റെ ദൈവത്തിലേക്കും നിങ്ങളുടെ ദൈവത്തിലേക്കും കരേറുകയാണ് എന്ന് നീ ചെന്ന് എൻ്റെ ശിഷ്യന്മാരോട് പറയുക. നമ്മുടെ പിതാവും ദൈവവും എന്ന് യേശു പറഞ്ഞില്ല. അതിനാൽ ദൈവവുമായുള്ള അവൻ്റെ ബന്ധവും ദൈവവുമായുള്ള ശിഷ്യന്മാരുടെ ബന്ധവും തമ്മിലുള്ള വ്യത്യാസം ക്രിസ്തു ചൂണ്ടിക്കാട്ടി. സ്വർഗത്തിൽ സിംഹാസനസ്ഥനായവൻ തീർച്ചയായും അവരുടെ പിതാവും ദൈവവുമാണ്. എന്നാൽ അവൻ യേശുവിന് പിതാവും ദൈവവുമാണെന്നതിന് സമാനമായ വിധത്തിലല്ല കർത്താവ് അവിടെ പറയുന്നത്. അതുകൊണ്ടാണ് കർത്താവ് ഞങ്ങളുടെ പിതാവ് എന്ന് അവിടെ പറയുന്നില്ല. ക്രിസ്തുവിൻ്റെ ബോധ്യത്തിലുള്ള പിതാവിലേക്കുള്ള നമ്മുടെ വളർച്ചയാകണം അത് എന്ന് ഉള്ള വലിയ സത്യം മറിയത്തിലൂടെ ശിഷ്യന്മാരെ കർത്താവ് അറിയിക്കുക കൂടിയാണിവിടെ. പ്രിയമുള്ളവരെ, ഉത്ഥിതനായ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലൂടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് നമുക്ക് കടന്നു വരുവാൻ പരിശ്രമിക്കാം. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഓ മറിയാമേ, ഞാൻ തോട്ടക്കാരൻ തന്നെ, ഞാൻ പറുദീസായി സ്ഥാപിച്ചു ശ്രേഷ്ഠൻ. ഓ മറിയാമേ, ഞാൻ ജീവികൾ തൻ ജീവൻ താൻ പുനരുജ്ജീവനമോടെഴുന്നേൽക്കും. ഞാൻ കൊല്ലപ്പെട്ടു, ഞാൻ കല്ലറയാർന്നു. തൊട്ടിടരുതേ, ഞാൻ താതാധികമേറിയിട്ടില്ല. മഹിമയുടെ കബറിന്നെഴുന്നേറ്റേനെന്നേവം ശിഷ്യന്മാരോടായി നീ